ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ആയുധങ്ങളും മറ്റും നൽകി പാകിസ്ഥാനെ സഹായിച്ച തുർക്കിയെ ആദ്യം ബഹിഷ്കരിച്ചത് ഇന്ത്യൻ സമൂഹമായിരുന്നു. അവർ തുർക്കിയുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചു. അങ്ങോട്ടേക്കുള്ള ടൂർ പാക്കേജുകൾ വേണ്ട എന്ന് വെച്ചു. തൊട്ടു പിന്നാലെ അവരുടെ വിമാനത്താവളങ്ങളുള്ള സർവീസ് ഇന്ത്യ ഔദ്യോഗികമായി തന്നെ കട്ട് ചെയ്തു. ഏറ്റവും ഒടുവിൽ കേട്ട വാർത്ത, ഇൻഡിഗോ ഉപയോഗിക്കുന്ന തുർക്കിഷ് വിമാനങ്ങൾ, ഏതാണ്ട് 5 വിമാനങ്ങളാണ് വാടകയ്ക്കെടുത്ത് ഇൻഡിഗോ ഉപയോഗിക്കുന്നത്. അതിന് ഇനി അനുമതി നൽകില്ല. അതിനെ അനുമതി അവസാനിപ്പിച്ചുകൊണ്ടുള്ള കത്തും ഇൻഡിഗോയ്ക്ക് കേന്ദ്രം നൽകുകയുണ്ടായി. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഏതാണ്ട് എല്ലാ വഴികളും തുർക്കിയുടെ അടഞ്ഞിരിക്കുമ്പോഴിതാ മറ്റൊരു വലിയ പ്രഹരം കൂടി തുർക്കിക്ക് നൽകിക്കൊണ്ടാണ് ഇന്ത്യയുടെ പുതിയ നീക്കം. കഴിഞ്ഞ ദിവസം ഒമാനുമായി ഇന്ത്യ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം നാം ഈ നീക്കത്തെ കാണാൻ. ഇന്ത്യ ഏറ്റവും കൂടുതൽ മാർബിൾ ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത് തുർക്കിയിൽ നിന്നായിരുന്നു. ഫിനിഷ്ഡ് മാർബിൾസ് ഏതാണ്ട് 44,951 കോടി രൂപയുടെ മാർബിൾസ് ആണ് ഇറക്കുമതി ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ആ കരാറുകൾ പൂർണ്ണമായി തന്നെ റദ്ദാക്കിയിരിക്കുന്നു. പകരം ഇനി ആ കരാറുകൾ ഒമാനിനാണ് നൽകുക. പക്ഷേ ഇവിടെയും നേട്ടം ഇന്ത്യക്ക് തന്നെയാണ്. കാരണം തുർക്കിയുടേത് പോളിഷ് ചെയ്ത മാർബിളുകളായിരുന്നു ഇറക്കുമതി ചെയ്തിരുന്നെങ്കിൽ ഒമാനിൻ്റെത് ഫിനിഷ് ചെയ്യാത്ത മാർബിളാണ്. അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് അത് ഫിനിഷിങ് ചെയ്ത് എടുക്കണം. അപ്പോൾ തൊഴിലവസരങ്ങളും ഇന്ത്യയിൽ കൂടുകയാണ്. ഏതായാലും അക്ഷരാർത്ഥത്തിൽ തുർക്കിയോട് ഒരു വിട്ടുവീഴ്ചയും വേണ്ട എന്നും നിലപാടിൽ ഉറച്ചു നിൽക്കാനും ഇന്ത്യ എടുത്ത നീക്കങ്ങളുടെ ഭാഗം കൂടിയാണ് തുർക്കിയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗവും നമ്മളുടെ പ്രധാനപ്പെട്ട ഇറക്കുമതി ആയിരുന്ന മാർബിൾ വേണ്ട എന്ന് വെച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.